ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ദാ രാവിലെ തന്നെ നമ്മളെ കിളികളും അണ്ണാറക്കണ്ണന്മാരും കാക്കമാരും ഒക്കെ ഇതൊക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കാനുണ്ടോ. നമ്മളെ നിസ്കാരം ദിക്റുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ ഒന്ന് അടുപ്പത്തേക്ക് അങ്ങോട്ട് വന്നിരിക്കാൻ കേട്ടോ. രാവിലെ തന്നെ നമുക്ക് 7 മണിയാകുമ്പോഴത്തേന് പോകാനുണ്ട് കേട്ടോ. ഓർക്കുള്ള ചോറൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ പോകുമ്പോഴത്തേന് ആ ചോറൊക്കെ ആവണ്ടേ. അപ്പോൾ ഇപ്പം തീമട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേനൊക്കെ വന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറ് വേഗം അങ്ങോട്ട് അടുപ്പത്ത് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ചോറൊന്നും അടുപ്പത്തിടാനൊന്നും പോകില്ലല്ലോ. സ്കൂൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. സ്കൂളിൽ ചോറുണ്ടായാലും ഓല് പറയും ഇന്ന് ചോറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും കൊണ്ടുവരലുണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ എല്ലാവർക്കും വാടി വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് അടുപ്പത്തിടാൻ ഒരുങ്ങൽ. ഇന്നിപ്പോൾ അത്യാവശ്യമായിട്ട് 7 മണിയാകുമ്പോഴത്തേന് പോകാനുള്ളവരുണ്ട് കേട്ടോ ചോറൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് ചോറ് അങ്ങോട്ട് അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ. ചോറ് അങ്ങോട്ട് അടുപ്പത്തിട്ടിട്ടുണ്ടെങ്കിൽ 7 മണിയാകുമ്പോഴത്തേന് പോകണം കേട്ടോ. അപ്പോഴത്തേന് ചോറാവണ്ടേ. 7 മണിക്കാകുമ്പോഴത്തേന് ചോറും കൊണ്ട് പോകണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് വേവണ അരിയൊക്കെ ഇട്ടാണ് നമ്മൾ ചോറ് തീമിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ചക്ക് 1 മണി 1:30 ആയിട്ടില്ലേ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങുള്ളൂ. അപ്പോൾ പിന്നെ ചോറ് ചിലപ്പോൾ കേട് വന്നാലോ വലിയൊക്കെ ചെയ്യും ചിലപ്പോൾ അല്ലേ. അത് വിചാരിച്ച് ഞാൻ നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് അടുപ്പത്തേക്ക് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒരുങ്ങാനുണ്ട്. അപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ നീച്ച് വന്നാണ്ട് അടുക്കളയ്ക്ക് വന്നാണ്ടാണ് നമ്മൾ വേഗം ചോറ് അങ്ങോട്ട് അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അടുപ്പൊന്നും അങ്ങോട്ട് കത്തിപ്പിടിച്ച് കിട്ടാനും വല്ലാത്തൊരു പണി കിട്ടും. കാരണം കുറഞ്ഞൊരു തണുപ്പും ഒക്കെ ഉണ്ടായിട്ടേ ഓലക്കൊടി ഒന്നും കത്തിപ്പിടിച്ച് കിട്ടുന്നില്ല. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കുത്തിറിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് വെയിലൊക്കെ ആയി ചൂടാവുമ്പോൾ പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ടില്ല അടുപ്പൊന്നും കത്തിച്ച്. പിന്നെ ഈ പുറത്ത് അടുപ്പും കൂടി ആയതുകൊണ്ടേ രാവിലത്തെ മഞ്ഞിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ചൂടാണ്, എന്നാലും തണുപ്പാണല്ലോ രാവിലെ. അപ്പോൾ കത്തിപ്പിടിച്ച് കിട്ടാനൊക്കെ ഭയങ്കര ഒരു മടിട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ കത്തിച്ചിക്കാണ്ട് ഇതാ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് കുടുക്കയിലാക്കിയിട്ട് ഞാനിതാ അവിടെ അടുപ്പത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി അത് കെടൂല. എനിക്ക് വിറക് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കത്തികൾ പെട്ടെന്നാവട്ടോ ഈ അടുപ്പത്തെ ചോറ്. ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചാണ് നമ്മളെ കിച്ചണിക്ക് എത്തിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രാവിലക്കത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ കടലക്കറിയും ദോശയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ആ കടല ഒന്ന് കുക്കറിലിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കണം. ഇതൊന്ന് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് വേണം നമ്മളെ ഹിസുട്ടിനെ വിളിച്ചു വന്നിട്ട് അവളെ മദ്രസക്ക് പറഞ്ഞേക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും വേണം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ദോശ ചുട്ടെടുക്കാനുള്ള അരിയൊക്കെ ഒന്ന് അങ്ങോട്ട് അരച്ചു കൊടുക്കണം. എല്ലാ ഒരുക്കങ്ങളും 7 മണിയാകുമ്പോഴത്തേന് തീരണം. അതിൻ്റെ മുന്നേ തന്നെ തീരണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തകൃതിയായിട്ട് ഇങ്ങനെ അടുക്കള പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ചായയും കടിയും ചോറും ഇങ്ങനത്തെ സംഭവങ്ങൾ മൈക്കളെ കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കാണ്ട് ആദ്യം ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചതിന് നമ്മളെ കടല കുക്കർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാളയും ഒരു ഉരുളക്കിഴങ്ങും ഒരു കഷ്ണം ഇഞ്ചി 4 പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താണ് കുക്കർ മൂടിയാണ്ട് അടുപ്പത്തേക്കാണ് വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് ചോറിനുള്ള വെള്ളം അവിടെ തിളക്കൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിക്ക് നമുക്ക് അരി കൊണ്ടുപോയാണ്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ദോശക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് ദോശയും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അരി ഞാൻ അകത്തുനിന്ന് എടുത്താണ് പുറത്ത് കൊണ്ടുപോയിട്ട് കഴിക്കാണ്ട് ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തിളച്ച് വന്ന് കിട്ടുമല്ലോ. അപ്പോൾ ചോറിനുള്ള അരി ഞാൻ വെള്ളത്തിക്കിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് പിന്നെ ഇതാ നല്ലൊരു കൊള്ളി വിറകും കൂടി അതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുത്താണ്ട് ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്കാണ് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിമക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ കത്തി തെളിച്ച് നല്ലോണം വെന്തോളും. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല. വേകുമ്പോൾ നമുക്കവിടെ ഊറ്റാൻ അങ്ങോട്ട് ചെന്നാൽ മതി. അങ്ങനെ പിന്നെ ഞാൻ അകത്തേക്ക് വന്ന് ഇനിയിപ്പോൾ നമുക്ക് ദോശക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. അതാ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിരിക്കണം കേട്ടോ. അരിയൊക്കെ നല്ല രാത്രി നല്ലോണം കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചത് തന്നെയാണ്. പിന്നെ ഒന്നും കൂടി ഒന്ന് കഴുകിയാണ്ട് ഇതാ മിക്സിൻ്റെ ജാർക്കിട്ട് കൊടുത്താണ്ട് ഒന്നുണ്ട് അരച്ചെടുക്കട്ടെ.
അങ്ങനെ ദോശക്കുള്ള മാവൊക്കെ ഒന്നുകൊണ്ട് അരച്ചെടുത്തത് ആ ദോശച്ചട്ടിയിൽ ഞാനിങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതാ ചോറ് കൊണ്ടുപോകാനുള്ള ഉരുളങ്കിഴങ്ങൊക്കെ ഒന്ന് തൊലി കഴിഞ്ഞെടുത്ത് അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്താണ്ട് ഇതാ ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കാണ്, മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാണ്. പിന്നെ ഇതാ മുട്ടയും കൂടത്തിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ദോശക്കായി പിന്നെ ആ ചട്ടി തന്നെ ഞാൻ മുട്ട ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. മുട്ടയ്ക്ക് ഞാൻ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ മുട്ട പൊരിച്ചെടുത്തത്. അങ്ങനെ ഉരുളൻകിഴങ്ങ് പൊരിച്ചെടുക്കലും മുട്ട പൊരിച്ചെടുക്കലും ചോറൊക്കെ ആയി ചായയും കടിയും അതൊക്കെ ആയിട്ട് ഞാൻ പാത്രത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഒരു 7-7:15 ചായയും കടിയും ചോറും കൂട്ടാനും പോവേണ്ടതൊക്കെ പോയി. ഇപ്പം നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, എടുക്കാനും ചായ കുടിക്കാനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ചായക്കുടിയും പാത്രം മോറലൊക്കെ കഴിഞ്ഞ് അകത്തത്തെ പാത്രം മോറലൊക്കെ കഴിഞ്ഞ് പുറത്തിൽ കുടുക്കി നമ്മൾ ചോറ് വെച്ച കുടുക്കിയും അതൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് മോറി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മോറാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ മുറ്റം പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് ഓല അടിച്ചേരി കേട്ടോ, സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ ഓലുണ്ടാവുമല്ലോ അടിച്ചുതരാം. അതൊക്കെ അടിച്ചേരി തൊടുക്കലും ഓല അങ്ങോട്ട് കഴിച്ചും. ഇപ്പം നമുക്ക് അതിമക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ട് തട്ടിക്കൊട്ടി അടിച്ചു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. നമ്മൾ തിരക്ക് പിടിച്ചൊരു രാവിലെ എന്ന് പറയില്ല, ഇനി മുതൽ അങ്ങോട്ട് അങ്ങനെ നെയ്ക്കാരം. നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ, പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള കമൻറ്റും കൂടി ചെയ്തോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്തോളി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാൻ. അപ്പോൾ നമ്മൾ രാവിലത്തെ തിരക്ക് പിടിച്ച രാവിലെ എന്ന് പറയില്ല, തിരക്ക് പിടിച്ച രാവിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഒരുപാട് പണികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. തിരുമ്പാണ്ട് അതൊക്കെ പിന്നെ മക്കൾ അടിച്ചെടുത്ത് കൊടുക്കും. പിന്നെ ചോർക്കുള്ള കൂട്ടാനുകളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അതിന് കുറച്ച് നേരം കഴിയട്ടെ, അപ്പോൾ തിരുമ്പലൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.